വടക്കൻ കേരളത്തിലാണ് ഈ മഴ ശക്തമാവുക എന്നാണ് പറയുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ വടക്കൻ കേരളത്തിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കോഴിക്കോട് നിന്ന് അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. അഞ്ജന, ഗുഡ് മോർണിംഗ്. ഈ ഓണത്തിനോടൊപ്പം തന്നെ മഴയും കടുക്കുമെന്നാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വടക്കൻ ജില്ലകളിൽ ശക്തമായി തന്നെ മഴ പെയ്യുമെന്ന്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? മഴ എങ്ങനെയുണ്ട്? മോത്തി, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ ഏതായാലും ഇന്നലെ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ മഴ മുന്നറിയിപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ തന്നെ വടക്കൻ കേരളത്തിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് രാവിലെയും വൈകിട്ടുമൊക്കെയായി പല ഭാഗങ്ങളിലും മഴയുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചായാലും മറ്റ് ജില്ലകളെ സംബന്ധിച്ചായാലും മഴ ഇന്നലെ ശക്തമായിരുന്നു. യെല്ലോ അലേർട്ടാണ് ഈ ജില്ലകളിൽ അത്രയും പുറപ്പെടുവിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ച മഴ ഇന്ന് രാവിലെ ഒരു 6 മണിയോടെ കാര്യമായി തന്നെ പെയ്തിരുന്നു. ഏതായാലും ഇപ്പം മഴ അല്പം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഏതായാലും അന്തരീക്ഷം മേഘാവൃതമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ളൊരു നിലയിലാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ ഒരു മഴയുടെ മുന്നറിയിപ്പുണ്ട്. വരും മണിക്കൂറിൽ ഒരുപക്ഷെ മഴ ശക്തിപ്പെട്ടേക്കാം. നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുമാണ് മഴയ്ക്ക് ഇന്നലെ കുറച്ചുകൂടെ ഒരു ശക്തി ഉണ്ടായിരുന്നത്. തീരപ്രദേശങ്ങളിലും ശക്തമായ കാറ്റുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ തിരമാലയ്ക്ക് ഒരു സാധ്യത പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും പറയുന്നുണ്ട്. മലയോര മേഖലകളിൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെടാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചോളം ഇന്നലെ രാവിലെയോടെയും വൈകിട്ടോടെയും ഒക്കെ മഴ പെയ്തിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ പെയ്ത മഴയിൽ പലയിടത്തും ചെറിയ രീതിയിലെങ്കിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ ജാഗ്രത കൊടുത്തിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെടാനുള്ളൊരു സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിലുള്ളത്.